നമസ്കാരം. CPMന് തലവേദനയായി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം. ജനപ്രിയ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ കളി മാറുമെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം. തിരുത്തൽ നടപടികൾ എത്ര കണ്ട് വിജയിക്കുമെന്നതിൻ്റെ പരീക്ഷണശാല കൂടിയാണ് CPMന് ചേലക്കര. അതേസമയം UDFിൻ്റെ സ്ഥാനാർത്ഥിയായി രമ്യ ഹരിദാസ് കളത്തിലെത്തും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. പാലക്കാട് പിടിക്കാൻ അരയും തലയും മുറുക്കി BJPയും രംഗത്തുണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയാകും ഇവിടെ മാറ്റുരയ്ക്കുക. CPMൻ്റെ ഉറച്ച സീറ്റിൽ അട്ടിമറി ജയം നേടാൻ കോൺഗ്രസിനായാൽ ഇടതുപക്ഷത്തെ അത് വലിയ പ്രതിസന്ധിയിലാക്കും. അതുകൊണ്ട് ചേലക്കരയിലെ വിജയം CPMനും മുഖ്യമന്ത്രിക്കും അനിവാര്യതയാണ്. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പമാകും ചേലക്കരയിലും വോട്ടെടുപ്പ് നടക്കുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇതോടൊപ്പം പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ CPMൻ്റെ ജീവൻ മരണ പോരാട്ടം ചേലക്കരയിലാണ്. AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ പാർട്ടി ചേലക്കരയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. വയനാട് മത്സരിക്കാനെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ പ്രഭാവം ചേലക്കരയിലും ചലനമുണ്ടാക്കുമെന്ന് ആശങ്ക CPMൽ സജീവമാണ്. MP ആയതോടെ K രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഷാഫി പറമ്പിൽ രാജിവെച്ചതോടാണ് പാലക്കാട് ഒഴിവ് വന്നത്. രാഹുൽ ഗാന്ധിയുടെ രാജിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയത്. ഈ മണ്ഡലവും പാലക്കാട് നിയമസഭാ മണ്ഡലവും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടങ്ങളിൽ തോറ്റാൽ എന്തെങ്കിലും പറഞ്ഞ് CPMന് പിടിച്ചു നിൽക്കാം. എന്നാൽ ചേലക്കരയിൽ സ്ഥിതി അതല്ല. സിറ്റിംഗ് സീറ്റ് കൈവിട്ടാൽ CPMൻ്റെ സംഘടനാപരമായ വീഴ്ചയായി അത് വിലയിരുത്തപ്പെടും. അതുകൊണ്ട് എല്ലാ കരുതലും എടുത്താകും ചേലക്കരയിലെ പോരാട്ടം. പട്ടികജാതി സംവരണ മണ്ഡലമായ ചേലക്കരയിൽ 1996 മുതൽ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയുടെ കാലത്തൊഴികെ KK രാധാകൃഷ്ണനായിരുന്നു MLA. 2016 മുതൽ 2021 കാലത്ത് ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അതുകൊണ്ട് ചേലക്കരയിൽ പ്രദീപിനെ വീണ്ടും മത്സരിപ്പിക്കാനും സാധ്യത ഏറെയാണ്. K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് ജയിച്ചാൽ പ്രദീപായിരിക്കും അടുത്ത സ്ഥാനാർത്ഥി എന്ന അണികൾക്കിടയിൽ ചർച്ചയുമുണ്ടായിരുന്നു. PK ബിജു LDF സ്ഥാനാർത്ഥിയായിരുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് 23,695 വോട്ടിൻ്റെ ലീഡ് നേടിയിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ LDFനാണ് ചേലക്കരയിൽ ലീഡ്. അതേസമയം ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് ചേലക്കരയിൽ ജയിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്.